ചെയ്യട്ടെ. അതായത് ഒരു ചോക്ക് കോയിൽ ടേക്കിംഗ് 2 ആംബിയർ ലാഗിങ് ആണ് വോൾട്ടേജിനേക്കാളും 200 വോൾട്ട്. അപ്പോൾ തന്നിരിക്കുന്നത് ഫ്രീക്വൻസി 50 ഹെർട്സ് എന്ന് തന്നിട്ടുണ്ട്. കറണ്ട് എന്ന് പറയുന്നത് 2 ആംബിയർ ആണ്. ലാഗ് 60 ഡിഗ്രി ബിഹൈൻഡ് അപ്ലൈഡ് വോൾട്ടേജ് ആണ്. വി എന്ന് പറയുന്നത് 200 വോൾട്ട് ആണ്. വി ആണ് 200 വോൾട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്. അപ്പം ഇമ്പിഡൻസ് കാണാൻ വേണ്ടിയിട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് 200 ഡിവൈഡഡ് ബൈ 2 100 ഓം. 60 ഡിഗ്രി ലാഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ സെഡ് കോസ് 60. സെഡ് ഇമ്പിഡൻസ് 100 കോസ് 60 എന്ന് പറഞ്ഞാൽ 50 ഓം. റിയാക്റ്റൻസ് കാണാനാണെങ്കിൽ സെഡ് സൈൻ 60. 100 ഇൻറ്റു സൈൻ 60 എന്ന് പറഞ്ഞാൽ 86.66 ഓം. 86.6 ഓം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2πfL 2 ഗുണം 3.14 ഇൻറ്റു 50 ഫ്രീക്വൻസി. എല്ലിൻ്റെ വാല്യൂ തന്നിട്ടില്ലല്ലോ, അപ്പോൾ എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അങ്ങനെ എല്ലിൻ്റെ വാല്യൂ കാണാനായിട്ട് 86.6 ഡിവൈഡഡ് ബൈ 2 ഗുണം 3.14 ഇൻറ്റു 50, ദാറ്റ് ഈസ് 0.275 ഹെൻറി. അടുത്തത് ദ കോയിൽ ഹാവ് എ ഡിഫറെൻറ്റ് ഇമ്പിഡൻസ് ബിക്കോസ് ദ സപ്ലൈ ഹാസ് ഡിഫറെൻറ്റ്. സപ്ലൈ ഫ്രീക്വൻസി എത്രയാക്കിയിട്ടുണ്ട്? ഫ്രീക്വൻസി അല്ല, റെസിസ്റ്റൻസ് സെയിം ആണ്, പക്ഷേ ഫ്രീക്വൻസി പകുതിയാക്കി. ഫ്രീക്വൻസി പകുതിയാക്കി എന്ന് പറഞ്ഞാൽ 2 ഗുണം 3.14 ഇൻറ്റു 25 ഇൻറ്റു നേരത്തെ കിട്ടിയ എല്ലിൻ്റെ വാല്യൂ 0.275. അപ്പോൾ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 43.3 ഓമാണ് വരിക. ഇനി അതിനകത്ത് നിന്ന് ഇമ്പിഡൻസ് കാണണമെന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് R² പ്ലസ് XL². നേരത്തെ പറഞ്ഞ് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്താലും R മാറൂല, ഇത് പഠിക്കാനാണിത്. 50² പ്ലസ് 43.3², അപ്പോൾ 61.1 ഓം കിട്ടും. കറണ്ട്, ആ പുതിയ ഫ്രീക്വൻസിയിലുള്ള കറണ്ട് കാണാൻ വേണ്ടി വോൾട്ടേജ് ഡിവൈഡഡ് ബൈ സെഡ് 200 ഡിവൈഡഡ് ബൈ 66.1 1.5 ആംബിയർ. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ R/Z. R എന്ന് പറയുന്നത് 50 തന്നെ, Z എന്ന് പറഞ്ഞാൽ പുതിയത് 66.1, സോ ദാറ്റ് ഈസ് 0.75. ദെൻ അപ്പോൾ പവറിൻ്റെ അല്ല പവർ ഫാക്ടറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിച്ചത്. അൻപത് ഡിവൈഡ് ബൈ 66.1 0.75. പവർ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ VI കോസ് ഫൈ. വി എന്ന് പറഞ്ഞാൽ 200, വി എന്ന് പറഞ്ഞാൽ 100 ആണ് അല്ലേ. വി എന്ന് പറഞ്ഞാൽ 200 ആണ്. വി എന്ന് പറഞ്ഞാൽ 200 ഇൻറ്റു 1.5 ഇൻറ്റു 0.75. 0.75 എന്ന് പറഞ്ഞാൽ 112.5 വാട്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.